ചെറുവത്തൂർ തങ്കയത്തെ രഘുരാമന്റെ വീട്ടിൽ പൂവിട്ട നിശാഗന്ധി കാഴ്ചക്കാരുടെ മനം കവരുന്നു. 20 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായി വിരിയുന്ന നിശാഗന്ധി പരിസരമാകെ സുഗന്ധം പരത്തുന്നു. രാവിന്റെ നിശബ്ദയാമങ്ങളിൽ പൂവിടുകയും നിശാശലഭങ്ങളെ ആകർഷിച്ച് വാടിപ്പോകുകയും ചെയ്യുന്ന നിശാഗന്ധി അഭൗമ സൗരഭ്യം പരത്തി പൂത്തുലഞ്ഞു. വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസ് ജീവനക്കാരൻ തങ്കയത്തെ രഘുരാമന്റെ വീട്ടിലാണ് ശുഭ്രകുസുമം പൂവിട്ടത്. ബ്രഹ്മകമലം, അനന്തശയനം എന്നൊക്കെ വിളിപ്പേരുള്ള ചെടിയുടെ ഇല പോലെ തോന്നിക്കുന്ന പരന്ന തണ്ടിൽ നിന്നാണ് പൂമൊട്ടുകൾ ഉണ്ടാവുന്നത്. അർദ്ധരാത്രിയോടെ വിരിഞ്ഞു തുടങ്ങുന്ന പൂക്കൾ 20 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായി ഇതൾ വിരിക്കും. ഇംഗ്ലീഷിൽ ഈ ചെടിയെ ക്വീൻ ഓഫ് ദ നൈറ്റ് ഫ്ലവർ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഹൈന്ദവ ദേവനായ മഹാവിഷ്ണുവിന്റെ കിടപ്പ് അനുസ്മരിപ്പിക്കുന്നതിനാലാണ് അനന്തശയനം എന്ന പേര് വന്നതെന്നാണ് പുരാവൃത്തം. ഹിന്ദു വീടുകളിൽ തന്നെ വളരെ പരിപാവനമായി സൂക്ഷിക്കുന്ന ഈ അനന്തശയനം എന്ന ചെടി രാത്രി കാലങ്ങളിൽ 8 മണിയോടുകൂടി പുഷ്പിക്കുകയും ഏതാണ്ട് 12 മണിയോടുകൂടി തന്നെ പൂർണ്ണമായി വിരിയുകയും ചെയ്യുന്നു. ആ വിരിഞ്ഞ പുഷ്പത്തിൽ അനന്തൻ്റെ രൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ കിടപ്പ് കാണുന്ന രീതിയിലെ പൂമ്പൊടികളും സാധാരണ ജനങ്ങളിൽ വളരെ അത്ഭുതമുളവാക്കുന്നു. അതോടൊപ്പം അതിൻ്റെ പരിമളം വീടുകളിലും പരിസരത്തും നിറഞ്ഞു നിൽക്കുന്നു. കള്ളിമുൾച്ചെടികളിൽ പെടുന്ന കാക്സേറ്റിയ കുടുംബത്തിലെ ഒരംഗമാണ് എപ്പിഫൈലം ഓക്സിപെറ്റാലം എന്ന ശാസ്ത്രനാമത്തിലുള്ള നിശാഗന്ധി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.